ഉല്ലാസയാത്ര എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. അനീഷ് പാപം, അനീഷിനെ ഒരുപാട് ശ്രമിച്ച അനീഷെ ഇവരെ പുറത്താക്കാൻ. പേര് ഉല്ലാസയാത്രയെന്നാണ്, എന്നിട്ട് നമുക്കിട്ട് പണിയില്ലേ. ആ അതെ അതെ, ആര്യനും നൂറയും കൂടെ എന്നെ പുറത്താക്കാനുള്ള എല്ലാ പരിപാടിയും നോക്കി. നൂറ ആയിരുന്നു എൻ്റെ അടുത്തിരുന്നത്. നൂറയാണെങ്കിൽ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്. എന്നിട്ട് നൂറ എൻ്റെ കൈ പൊക്കി ആ ഷോൾഡറിൽ വെച്ചേക്കുമായിരുന്നു. കൈ വെക്കുക മാത്രമല്ല, ആരും അറിയാതെ കൈ കൊണ്ട് ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അതുപോലെ ഞാൻ സ്റ്റിയറിങ് പിടിക്കുമ്പോൾ നല്ല നഖം കൊണ്ട് ആരും അറിയാതെ എൻ്റെ കയ്യിൽ ഇങ്ങനെ അമുക്കും നൂറ. ആര്യനെ എൻ്റെ ഇവിടെ ഇങ്ങനെ പിച്ചുക, അങ്ങനെ വിധപരമായിട്ടുള്ള കലാപരിപാടികളായിരുന്നു അവരവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഉല്ലാസയാത്ര പേര്, എന്നിട്ട് ഫിസിക്കൽ ടാസ്ക്കായി മാറിയല്ലേ. ആണോ നൂറയുടെ കയ്യിൽ നഖം ഉണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നത്. ആ നഖമുണ്ട് ലാലേട്ടാ, പക്ഷെ ഞാൻ ആരെയും മാന്തുകയില്ല ലാലേട്ടാന്ന്. ആ സ്റ്റെയറിന്മേൽ പുള്ളി ഇങ്ങനെ വാശി പിടിച്ച് ഒട്ടിക്കിടക്കായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ കൈ കൊണ്ടുവച്ചിട്ടുള്ളത് സത്യമാണ്. അപ്പം അതിൻ്റെ നഖം കൊണ്ട് കാണാം, അല്ലാതെ ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഇൻഡസ്ട്രിയലി പുള്ളിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അവിടെ കല്ല് പോലെ ഇരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്താക്കി, പുള്ളിയുടെ തോളിൽ കൈ വെച്ചിട്ട് ഞാൻ ഇരുന്നു. അനീഷിനെ ഒരാൾ ബാക്കിൽ നിന്ന് മസാജ് ചെയ്തുകൊണ്ട് മാത്രമാണോ അവിടെ ഇരുന്നത്? നമ്മൾ 8 മണിക്കൂർ ആ കാറിനകത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ ലാലേട്ടാ. കുറേ നേരം കഴിയുമ്പോൾ അത് പറയാൻ പൂർത്തിയാക്കില്ല. ലാലേട്ടൻ പറഞ്ഞ ഒരു മസാജിന് ആഗ്രഹിച്ചു അല്ലേ. മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും ഒരു മസാജ്. അനുമോൾ, ഞങ്ങൾ കാണുന്നുണ്ട് സോഫയുടെ പുറകിൽ പോയി കിടക്കുമ്പോൾ ബ്ലാങ്കറ്റ് കൊണ്ടുവന്ന് കാലിൽ പുതപ്പിക്കുന്നതും, നമ്മുടെ കാല് തണുക്കുന്നെന്ന് പറഞ്ഞു കൊണ്ടുവന്ന് ഇടുന്നതും, തലേണ കൊണ്ട് തരുന്നു. എന്താണ് അയാൾ ഓപ്പണായിട്ട് പറഞ്ഞ അനുമോൾക്കൊരു ക്രഷ് ഉണ്ടെന്ന്. അനുമോൾ അയ്യോ അങ്ങനില്ല, അത് അങ്ങനില്ലെന്ന് അയാൾ പറയട്ടെ. മസാജ് ചെയ്ത് കൊടുത്തതല്ല ലാലേട്ടാ, നര മാറ്റി കൊടുത്തയാ. ഫുള്ള് നരയും ഞാൻ എടുത്ത് കൊടുത്ത്. അല്ല, പൊതുവെ പുള്ളിക്കാരൻ ഇച്ചിരി ഷൗട്ട് ചെയ്യും. അതിനിടയിൽ അക്ബർ എഴുന്നേറ്റ് സംസാരിക്കുന്നുണ്ട്. ഇതിനിടയിൽ ലാലേട്ടാ അനുമോൾ പറയുന്നുണ്ട്, ചേട്ടാ നരയെല്ലാം തീർന്ന്. അല്ല അനുമോളെ, ഇനിയും ഉണ്ടെന്ന്. അപ്പോഴത്തേക്ക് എല്ലാവരോടും ഭയങ്കര ശരി. നല്ല ഉല്ലാസയാത്ര ആയിരുന്നു അനീഷ് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. നന്നായിരുന്നു എന്ന് അനീഷ് പറയുന്നു. ലാലേട്ടൻ പറയുന്നു, ഒരു സൈഡിൽ നഗര് കൊണ്ട് മാന്തുന്നു, അടുത്ത സൈഡിൽ നഗര് കൊണ്ട് നല്ല മസാജ് ചെയ്യുന്നു. അനീഷ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു കേട്ടോ. അപ്പോൾ അടുത്തൊരു ലൈവായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.